മടിയുള്ള ദിവസങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള കക്കിരി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരിച്ചിരി ഉപ്പ്, ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂറോളം മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ ബ്ലെൻഡറിലോട്ട് ഏകദേശം 1/4 കപ്പ് ചിരകിയ തേങ്ങ, ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി, ഒരു 1-2 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് തൈരും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ഈ ഒരു കൂട്ടിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വീണ്ടും ഏകദേശം 1/2 കപ്പിന്റെ അടുത്ത് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട്, നമ്മൾ ആദ്യം ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിന്, അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അവസാനമായിട്ട് വറവിടുന്ന പരിപാടി മാത്രമാണ്. അപ്പൊ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ എണ്ണ ചൂടാകുമ്പോൾ ഒരിച്ചിരി കടുകും വറ്റൽമുളക് കറിവേപ്പില എല്ലാം ചേർത്തിട്ട് ഒന്ന് വറവിടുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കക്കിരി വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. ചോറിന്റെ കൂടെ ഒക്കെ എന്തെങ്കിലും ചെറുതായിട്ട് അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടായാൽ മതി ഇതിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട്. സംഭവം അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക.